പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി വില്ലേജ് ഓഫീസിന് സമീപമാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ പരിസരങ്ങൾ മുഴുവൻ ഈ വില്ലേജ് ഓഫീസിൻ്റെ പരിസരങ്ങൾ ഈ വഴിയെല്ലാം ക്ലീൻ ചെയ്ത് അത് ഞാനത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇവരെല്ലാം മൊത്തം ഇത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പരിസരങ്ങൾ മുഴുവൻ. ഇത് നിങ്ങൾക്ക് കാണാം, കണ്ടോ? ഈ വഴി മൊത്തം ക്ലീൻ ചെയ്ത് പോയപ്പോഴത്തേന് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ഈ കരവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞാൽ നമ്മൾ കൂടിപ്പോകുമെന്ന് പറഞ്ഞ പോലെ ഒരു കാണിച്ച കാട്ടായാണ്. നിങ്ങൾ കണ്ട ഈ പ്ലാസ്റ്റിക് കൂടിൻ്റെ അകത്ത് ഇവിടെ കൊണ്ട് മാലിന്യം വലിച്ചെറിഞ്ഞിരിക്കുക. ഈ രണ്ടും കടകളിൽ നിന്നുള്ള വേസ്റ്റുകളാണ്. കാരണം അതിൻ്റെ അകത്ത് മുട്ടായിക്കൂടെ അങ്ങനെയുള്ള ഞാനിപ്പം നോക്കിയപ്പം കണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഈ കാഴ്ച ഒന്ന് കാണുക. കണ്ടോ, ഈ പരിസരം മുഴുവൻ കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കിയതാണ്. കണ്ടോ, ഇവിടെ എല്ലാം നല്ലപോലെ ആക്കിയതാണ്. ഉണ്ടോ, ഇവിടെ എല്ലാം മൊത്തം അവർ ക്ലീൻ ചെയ്ത് ഒരുപാട് ദിവസം കഷ്ടപ്പെട്ടാണ് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തത്. പിന്നെ നമ്മുടെ ഈ ആൾക്കാർ ഇതുപോലെ തന്നെ കാണിക്കുക എന്ന് പറയുമ്പോൾ തന്നെ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പറായ ജിനു രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ 2 കൂട് വേസ്റ്റ് കൊണ്ടിട്ടിട്ടുണ്ട്. അവരെന്നെ ഒരുപാട് സമയം നോക്കി നിന്ന്. അപ്പോൾ ഞാൻ കൊച്ചുമായിട്ട് ഒരു സ്ഥലം വരെ പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവർ വിളിച്ച സമയത്ത് വരാൻ പറ്റിയില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞങ്ങൾ പൊട്ടിച്ച് നോക്കാൻ ഗ്ലൗസൊക്കെ എടുത്തുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അവർ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് ഇത് ശരിക്കും മാലിന്യങ്ങളാണ്, പച്ചക്കറിയുടെ ഒരു കൂടിൻ്റെ അകത്ത് നിറച്ച് പച്ചക്കറി മാലിന്യമാണ്. മറ്റേ കൂടിൻ്റെ അകത്തും കടയ്ക്കകത്ത സാധനം. ഇപ്പോൾ ഈ കടക്കാരോ ഇത് ഇവിടെ കൊണ്ട് തട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ താഴെ പഞ്ചായത്തിൻ്റെ ക്യാമറ വെച്ചിട്ടുണ്ട്. ഈ വഴി മുഴുവൻ ക്യാമറ വെക്കുക എന്ന് പറയുന്ന നടക്കുക. അപ്പം കുറേ ആൾക്കാരും കൂടെ എല്ലാം പഞ്ചായത്തുകാർ ചെയ്യണമെന്ന് പറയുമ്പം എന്നാ ശരിയാകുന്നത്? കുറേ ആൾക്കാരും കൂടെ മനസ്സ് വെച്ചെങ്കിൽ മാത്രമല്ല ഇത് നന്നാകത്തുള്ളൂ. നാട് നന്നാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്വയം ചിന്തിച്ച് വേണ്ട ഇത് കാണിക്കാൻ വേണ്ടി. ഈ വഴിയുടെ ഇപ്പുറത്തേത് എള്ളുകാല 17-ാം വാർഡാണ്. അപ്പോൾ ഇത് വലതുവശത്ത് നമ്മുടെ ജോബിയുടെ ഇതാണ്. അപ്പം ജിനു ഉണ്ടായിരുന്നു, ജോബി ഉണ്ടായിരുന്നു. 2 പേര് ഈ കൂട് കണ്ടുകൊണ്ട് ഇത് അഴിച്ചു നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്നാ സംഭവം എന്നറിയാൻ വേണ്ടി ഗ്ലൗസ് എടുക്കാൻ പോയതാണ്. അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് പിള്ളേരെ കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ അവർക്ക് പോകേണ്ടി വന്നു. അതുകൊണ്ട് അവർ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞാണ്. അപ്പോൾ ഞാനിത് നോക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് കൈയിടാൻ പറ്റുന്നില്ല. കൈയിടാമെന്ന് പറഞ്ഞാൽ അതുപോലെ മാലിന്യമുണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് കടക്കാരുടെ വേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിന് കർശനമായിട്ടുള്ള നടപടി ഇതിപ്പോൾ നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അവരുടെ അഡ്രസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ 8ന്റെ അല്ല 16ന്റെ പണി പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. ഈ വളവേ ചില അപകടം പിടിച്ച വളവ്, ഭയങ്കര വണ്ടിവരവാണ്. ഉണ്ടോ, പ്ലാസ്റ്റിക് കൂടിൻ്റെ അകത്ത് വളരെ സുരക്ഷിതമായിട്ടാണ് കൊണ്ട് ഇവർ തട്ടിയിരിക്കുന്നത്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 7-ാം വാർഡിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. ഇവിടുത്തെ വാർഡ് മെമ്പർ നമ്മുടെ വർഗീസ് ചാക്കോ ജോബി എന്ന് വിളിക്കുന്നത്. പുതുപ്പള്ളി ടൗണാണ്. ഉണ്ടോ, ഇത് കടക്കാരുടെ മാലിന്യമാണ്. ഒത്തിരി മിഠായിയുടെ കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു ബില്ലോ കാര്യങ്ങളോ കിട്ടാതിരിക്കത്തില്ല തപ്പിക്കഴിഞ്ഞാൽ. പക്ഷെ അതിൻ്റെ അകത്ത് കൈയിടാനൊന്നും പറ്റുന്നില്ല. ഉണ്ട്, ഇത്രയും കാടൊക്കെ വെട്ടിത്തെളിച്ച് നല്ല വൃത്തിയാക്കിയിട്ട സ്ഥലത്ത് കൊണ്ടുപോയി ഇതൊക്കെ ഇട്ടവനെ എന്നതാ പറയേണ്ടത്. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ നമ്മൾ പലയിടത്തും കൊണ്ട് ഇടുന്നത് നമ്മളാരെങ്കിലും കണ്ട് നമുക്ക് ഫോട്ടോ എടുക്കുകയോ അതൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ എല്ലാവർക്കും കിട്ടുന്നതാണ്. അതുകൂടാതെ ഇങ്ങനെയുള്ള ആരുടെയെങ്കിലും അഡ്രസ്സോ കാര്യങ്ങളോ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ സഹിതം ഞാൻ ചാനലിനകത്ത് കൊടുക്കുകയും ചെയ്യും. അതിൻ്റെ അകത്ത് എന്ത് കേസ് വന്നാലും അതിൻ്റെ പുറകെ പോകാൻ ഞാൻ തയ്യാറാണ്. ഞാനത് കഴിഞ്ഞ ദിവസവും വീഡിയോയ്ക്കകത്ത് പറഞ്ഞതാണ്. ഉണ്ട്, ഇവിടെ എല്ലാം എത്തുന്നുണ്ട്. എത്ര പണിക്കാർ നിന്ന് ചെയ്തിട്ടുണ്ട്. ഇവിടെ വലത്ത് സൈഡ് പിന്നെയും ചാക്കിൻ്റെ അതുകൊണ്ട് ഇട്ടിട്ടുണ്ട്. അത് നോക്കിയില്ല. ഇപ്പം ഞാൻ കൊച്ചുണ്ട് കൂടെ. അന്നേരം രാവിലെ ഞങ്ങൾ പോയതാണ്.
ഉണ്ട്. ഈ പരിസരങ്ങളെല്ലാം വളരെ മോശമായിട്ട് കിടന്നതാണ്. ഈ ഇതൊരു സ്കൂളാണ്. സ്കൂളിൻ്റെ പരിസരം ഇവിടെ എല്ലാം മൊത്തം അവർ ക്ലീൻ ചെയ്തതാണ്. അതുകൂടാതെ പഞ്ചായത്തിലെ 2 പുല്ലുവെട്ടിയന്ത്രമായിട്ട് 2 പേര് അവർ കാട് വെട്ടാൻ അവരും കൂടെ ഉണ്ട്. അങ്ങനെ 10-15 പേര് മെനക്കെടുന്നതാണ് ഇതിനു വേണ്ടി. ഒരു സൈഡ് ഇവർ ഇത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. കടകളിലെ മുൻവശമാണ്. ഇവിടുത്തെ കൂടുകൾ, പ്ലാസ്റ്റിക് അടക്കം എല്ലാം അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. തുടങ്ങിയത് Yeah.